ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. നമ്മളെ കൂടെ ധ്യാനുണ്ട്, നമ്മളെ ധ്യാൻ മാസ്റ്റർ. അപ്പോൾ ഞങ്ങളിപ്പോഴേ പറയാം, ഈ ബോളോടാണ് കളിക്കാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് ഇനിയും 3 ബോളും കൂടി ഉണ്ട്. ഒരു സ്റ്റംബറും പിന്നെ ഒരു ലെതർ പോയൊരു ബോളും പിന്നെ ഒരു സ്റ്റംബറും പിന്നെ അത്യാവശ്യം കൊതർപ്പൊക്കെ പോയൊരു പുതിയ ബോൾ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ പുതിയ ബോൾ നല്ല പുതിയ ബോൾ ഒരു പ്രാവശ്യം പോലും കളിക്കാത്തൊരു ബോൾ ഇഷ്ടമാണ് കളിക്കാൻ പോകുന്നത്. അപ്പം ഇപ്പോഴേ പറയാണ്, ധ്യാനെ ബോൾ പോയാൽ പുതിയ ബോൾ വാങ്ങി തരാം. ഇത്രയിടും. അപ്പോൾ വെറ്റ് റെഡിയാണോ? വെറ്റ് റെഡിയാണ്. പക്ഷേ അപ്പോൾ നമ്മൾ കളിക്കാൻ പോവാണ്. ഓർഡർ ഫസ്റ്റ് ബാറ്റിംഗ് ഓർഡർ നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിൽ നമ്മൾ പറയണേ, കമന്റ് ചെയ്യണം നിങ്ങൾ ആരെ ഇവൻ വിളിച്ച ആരോ കൊണ്ട് വിളിച്ചേ. ഞാനേ ഇവൻ വിളിച്ച നമുക്ക് എടുക്കാം. ഞാൻ ബോളിംഗ് ചൂസ് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് കളി തുടങ്ങാം. ഇപ്പൊ ഔട്ടാണ്. എനിക്ക് ഓടി ഒന്ന് പിടിക്കാനുള്ളതുണ്ടായിരുന്നു. ഞാൻ ഡിഫെൻഡിങ് പാർട്സ് ആണല്ലോ ഗൈസ്. കവർ ഡ്രൈവ് ആണല്ലോ. നമ്മൾ ധ്യാന റൺസ് കൊടുത്തിരിക്കുന്നു. പുറത്തേക്ക് അടിച്ച ഔട്ട് എന്ന് പറയാൻ പറഞ്ഞത്. പുറത്തേക്ക് അടിച്ച ഔട്ടാണ്. 6 എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഇങ്ങനെ അടിച്ച 6ആ. അവിടെ കാണിച്ചു തരാം. സ്ട്രെയിറ്റ് ഇതിൽ കൂടെ ഈ വഴി കൂടെ അങ്ങനെ അടിച്ചാൽ സ്ട്രെയിറ്റ് 6. അതിൽ കൂടെ അതിലങ്ങനെ സ്ട്രെയിറ്റ് അടിച്ചാൽ വേണ്ടോ, ആ വഴി കൂടെ സ്ട്രെയിറ്റ് അടിച്ച 6. അപ്പോൾ ഞാൻ ബോൾ അടിച്ച് വരുന്നുണ്ട്. അടുത്ത ബാറ്റിംഗ് ധ്യാൻ 1 റൺസാണ്. ധ്യാൻ 1 റണ്ണുണ്ട്. നീ കഷ്ടപ്പെട്ട് ഓടിയല്ലേ, എന്നെ റണ്ണ് തന്നുണ്ട്. ധ്യാനെ കാണാൻ പറ്റുന്നുണ്ടോ? ടയറിന്റെ ബാക്കിൽ വന്നിട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വാ. അവിടേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അറിഞ്ഞിടുന്നു ഞാൻ കൈ നിവർത്തിയാണ് എറിയുന്നത്. സ്പിന്നറിയണം, സ്പിന്നറി കണ്ടോ, തിരിയുന്ന ബോൾ കൈ നിവർത്തിയിട്ട്. നീ നല്ലത്. ഞാൻ ഇങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ പേടിയാവും. അത് ഇത്ര എടുക്കുന്നു. വൈഡ് ബോളേ, വൈഡാ ഗൈസ്. വൈഡ് അല്ലേ, ബാക്ക് കൂടെ അല്ലേ പോയത്. ഗൈസ് വൈഡ് നമ്മളെ കീപ്പറൊക്കെ MS ധോണി ആണെങ്കിൽ ഇപ്പോഴത്തേക്ക് ഞാൻ ഔട്ടായനെ. ബാറ്റ് ടച്ച് ഉണ്ട്. ഞാൻ ഗൈസ് ബുംബ്രയാണ്. ഞാൻ കാണിച്ചിട്ട് 4 ആയി ഗൈസ്. കണ്ടാ, ഞാൻ പറഞ്ഞ സ്ട്രെയിറ്റ് ഭാഗം കൂടി പോയി 4 ആയിന്ന്. അതിൽ കൂടെ പോയി 4. കളി ജയിച്ചു. ജയിച്ചാണോ ജ്യൂസ് ചെയ്യണ്ടേ? ഞാൻ ബാറ്റ് ചെയ്യണം. അടിച്ചു തട്ടിപ്പോയി, അല്ലെങ്കിൽ നേരെ മിഡില് തട്ടി 4 ആവേണ്ടിയിരുന്നു. പുതിയ കളിയാണ് നമ്മളിപ്പോ കളിക്കുന്നത്. റൗണ്ട് നമ്പർ 2. ഞാൻ പറഞ്ഞാൽ അടിച്ചു തട്ടിപ്പോയി ഗൈസ്. ഞാൻ ഔട്ടായിരിക്കുന്ന. അടുത്ത ധ്യാനാണ് ബാറ്റിംഗ്. ബോളൊക്കെ പോയി മതിൽ ചാടി എടുത്തിട്ട് വരാം. നമ്മുടെ മിരു ബോൾ കണ്ടത്തിലേക്ക് എറിഞ്ഞിരിക്കുന്നു. ഞാൻ ഔട്ടായിരിക്കുന്നു. ജനയാത്ര 0 റണ്ണാണ് ഗൈസ്.
ധ്യാന നമുക്ക് എന്താ ഗോൾഡൻ ഡക്കാക്കണോ ബാറ്റ് ചെയ്യാൻ പോകണെന്ന്. നിങ്ങൾ പറയും എൻ്റെ സ്പീഡ് ബോൾ ആണോ അല്ലെ സ്പിൻ ബോൾ ആണോ നല്ല. ഫസ്റ്റ് ഓവർ സ്പിൻ അറിയാം, സെക്കൻഡ് ഓവർ സ്പീഡ് അറിയാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് റൗണ്ടാണ്. ഈ കളിയിൽ ധ്യാനാണ് ജയിച്ചത്. കാരണം എന്താ വെച്ചാല് നിങ്ങൾ കാട്ടുപോയതിന്റെ മുന്നേ കാട്ടുപോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബോൾ കൊണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഒരു വൈഡ് എറിഞ്ഞിട്ട് ധ്യാന ഒരു റൺസ് കിട്ടി. അപ്പൊ ധ്യാന ജയിച്ചത്. അടുത്ത റൗണ്ട് നോക്കാം ആരെ ജയിക്കാം. ഓർഡർ ഈവൻ നിങ്ങൾക്ക് എന്താണ് എനിക്ക് ബാറ്റ് നമ്മൾ ജെന്റിൽമാന്റെ കളിയല്ലേ എന്ത് ചെയ്യാനാ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഓവർ സ്പിന്നാണ്. നേരത്തെ പറഞ്ഞാലും അറിയണോ? വേണ്ട വേണ്ട. ഗൈസ് വെറുതെ പറഞ്ഞ കമന്റ് ചെയ്യണം. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാൻ റിവ്യൂ ചെയ്യും. അതേ കാണിച്ചപ്പോ എന്താ ഗൈസ് അവൻ ചെയ്യാതെ കണ്ടില്ല. അപ്പം ശരി ഗൈസ്. അപ്പം അടുത്തത് ഞാൻ ബാറ്റിംഗ്. ഞാൻ ഗോൾഡൻ ഡക്ക് ആയിരിക്കുന്നു ഇന്നിങ്സിലെ ഫസ്റ്റ് ബോൾ. അടുത്ത ഞാൻ ഗോൾഡൻ ഡക്ക് ആവുമോ നോക്കാം. അടുത്ത ഞാൻ ബോൾ മോനെ ദിനേശ. ഗൈസ് ഇപ്പം നമ്മളെ ഇതും കൂടി ഒന്ന് നോക്കാം എങ്ങനെ എന്താവും നോക്കാം. എന്ത് മോനത് ബാക്കിലൊരു ചന്തി ടച്ച് ഉള്ളതിനോട് അല്ലെങ്കിൽ വൈഡാവേണ്ട ബോളാ. ജയിക്കേണ്ട കളിയാണ്. ഇത് തോറ്റുകഴിഞ്ഞാൽ ഞാൻ എടുക്കലൊക്കെ കണ്ടോ ഗൈസ്. 4 ആയിരിക്കുന്നു ഗൈസ്. നോക്ക് അവിടെ എത്തി ബോൾ. അത് അവിടെ എത്തി ഗൈസ്. ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത കളി കളിക്കുന്നതായിരിക്കും. ആ പക തീർക്കാട്ടി എൻ്റെ ബോൾ എറിയുന്നുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും. ധ്യാനം ബൈ വരും. നല്ല കളി ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം. കുറച്ച് കൂടുതൽ സമയം തോന്നുന്നു 10 മിനിറ്റ്സ് ആയി തോന്നുന്നു ഏകദേശം. ബൈ.